കമ്പ്യൂട്ടർ മെമ്മറി പാർട്ട് 3. ഈ പാർട്ട് 3ലും നമ്മൾ സെക്കൻഡറി മെമ്മറി തന്നെയാണ് നോക്കുന്നത്. അതിൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. പാർട്ട് 2ല് സെക്കൻഡറി മെമ്മറി എന്താണെന്നും ആ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് നോക്കിയത്. ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ. ഈ പാർട്ട് 3ൽ നമ്മൾ സെക്കൻഡറി മെമ്മറി തന്നെയാണ് നോക്കുന്നത്. അതിൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. Optical storage devices stores data on an optically readable medium. Optical storage device എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടെക്നോളജി ആണ് ഓപ്റ്റിക്സ് എന്നുള്ള വേർഡ് ഇവിടെ വരാനായിട്ട് കാര്യം. അപ്പോൾ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് ഓപ്റ്റിക്കലി റീഡബിൾ, ഓപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ വെച്ച്, ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ബീമിന്റെ പ്രിൻസിപ്പിൾ വെച്ച് ഡേറ്റ സ്റ്റോർ ചെയ്യുകയും അതനുസരിച്ച് റീഡ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്റ്റിക്കലി റീഡബിൾ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ഓപ്റ്റിക്കലി റീഡബിൾ മീഡിയം യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ തരം ഡിവൈസസിനെയാണ് നമ്മൾ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ടെക്നോളജി മാറി. നേരത്തെ നമ്മൾ നോക്കിയ മാഗ്നറ്റിക് സ്റ്റോറേജ് ടെക്നോളജി അല്ല, ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. Discs are made of plastic or metal with highly reflective coating, usually aluminium. ഇവിടെ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ബീം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പലപ്പോഴും റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്കിന്റെ ഒരു സർഫസിൽ ലേബൽസ് ആയിരിക്കും. ലേബലിന് വേണ്ടിയായിരിക്കും ഒരു സർഫസ് യൂസ് ചെയ്യുന്നത്. മറ്റേ സർഫസ് ഒരു ഷൈനി സർഫസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആയിരിക്കണം, യൂഷ്വലി അലൂമിനിയം. അപ്പോൾ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിലെ ഡിസ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഉണ്ട്. അതിൽ ഒരു സൈഡിൽ ലേബല്, മറ്റേ സൈഡിൽ ഒരു ഹൈലി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്, അലൂമിനിയം പോലത്തെ ഒരു ഹൈലി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഒരു ഹൈലി റിഫ്ലക്റ്റീവ് സർഫസ് അതിന് ഉണ്ടാകും. ലേസർ ബീംസ് ആർ യൂസ്ഡ് ഫോർ പ്രിസൈസ്ലി ഫോക്കസിങ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് എല്ലാത്തിനകത്ത് നമ്മൾ ലേസർ ബീംസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ലേസർ ബീംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. ലേസർ ബീംസും ഇതിനകത്ത് വർക്ക് ചെയ്യും, ഓർഡിനറി ലൈറ്റ് റേസും ഇതിനകത്ത് വർക്ക് ചെയ്യും. ലേസർ ബീംസ് യൂസ് ചെയ്തുള്ള ടെക്നോളജിയാണ് ഇപ്പം കൂടുതലും ഉള്ളത്. ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് ആർ ഫ്രീ ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ഇതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന്. അതിന് എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഇല്ല. ആസ് എ മാഗ്നറ്റിക് സ്റ്റോറേജ് പ്രിൻസിപ്പിൾ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് കാരണം ആ ഡേറ്റ ചിലപ്പോൾ കറപ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതേസമയം ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ അങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഈ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിനുണ്ട്. നമ്മൾ ഇനി ഓരോ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നോക്കാൻ പോവാണ്. ആദ്യം CD-ROM, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. CD-ROM, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഇതാണ് ഒരു സിഡിയിലെ പടം. CD എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഷൈനി സർഫസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. CD-ROM was the most popular and least expensive type of optical disk. ഏറ്റവും പോപ്പുലർ, ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഡിസ്ക് ആയിരുന്നു അല്ലെങ്കിൽ ആണ് CD-ROM, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. As the name indicates, they come pre-recorded with data which cannot be altered. എന്റെ പേര് തന്നെ നോക്കിയാൽ CD-ROM റീഡ് ഓൺലി മെമ്മറി. യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ CD-ROM ഡിസ്കിനകത്ത് യൂസറിനൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂസറിനൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. CD-ROM നമ്മളെ കൈ കിട്ടുമ്പോൾ തന്നെ അത് പ്രീ റെക്കോർഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ഡേറ്റ കാണും. ആ ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ചിലപ്പോൾ സാധാരണ ഡേറ്റ ആയിരിക്കും, ചിലപ്പോൾ വീഡിയോ ഡേറ്റ ആയിരിക്കും, ചിലപ്പോൾ ഓഡിയോ ഡേറ്റ ആയിരിക്കും. അങ്ങനെ ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണമെങ്കിലും ആവാം. അത് ഓൾറെഡി അതിനകത്ത് സ്റ്റോർഡ് ആയിരിക്കും. നമുക്ക് അതിനകത്ത് പുതുതായിട്ട് റെക്കോർഡ് ചെയ്യാനോ ആ ഉള്ള റെക്കോർഡിംഗ് ആൾട്ടർ ചെയ്യാനോ എന്ന് വെച്ചാൽ മാറ്റാനോ സാധിക്കുകയില്ല.
The device that reads CD-ROM disk or CD-ROM drives. ഈ CD-ROM റീഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഡ്രൈവ് CD-ROM ഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിലൊക്കെ ഇന്റഗ്രേറ്റഡ് ഡ്രൈവ്, ഒരു കോമൺ ഡ്രൈവ്, അതിനകത്ത് CD DVD ഒക്കെ ഇപ്പൊ നമുക്ക് ഇന്റർചേഞ്ച് യൂസ് ചെയ്യാം. പണ്ട് കാലത്ത് അതല്ലായിരുന്നു. CD-ROM ഡിസ്ക് യൂസ് ചെയ്യാൻ വേണ്ടി CD-ROM ഡ്രൈവ്സ് തന്നെ ഉണ്ടായിരുന്നു. The CD-ROM drive reads the CD-ROM disk by spinning the disk around at high speed, while a laser beam reflects itself off the surface of CD-ROM. ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട് ഹൈ സ്പീഡിൽ, അതില് ലേസർ ബീം നമ്മൾ വീഴിക്കും. നേരത്തെ പറഞ്ഞു റിഫ്ലക്റ്റീവ് സർഫസ് ആണ്, ഷൈനി റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. അപ്പൊ ഷൈനി റിഫ്ലക്റ്റീവ് സർഫസിൽ തട്ടി ആ ലേസർ ബീം തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. The surface of reflective layer is divided into pits and lands. ഈ റിഫ്ലക്റ്റീവ് ലെയറിന്റെ സർഫസിൽ പിറ്റും ഉണ്ട് ലാൻഡും ഉണ്ട്. ഈ കുഴിയാണ് നമ്മൾ പിറ്റ് എന്ന് പറയുന്നത്. ആ കുഴി ഇല്ലാതെ ലെവലിലാണ് നമ്മൾ ലാൻഡ്. അപ്പം ലാൻഡും ഉണ്ട് പിറ്റും ഉണ്ട്. കാരണം ഇവിടെ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അടിസ്ഥാനപരമായിട്ട് ബൈനറി ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ബൈനറി ഫോർമാറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 0യും 1ഉം റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടെ ലാൻഡും പിറ്റും. പിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഴി, ലാൻഡ് എന്ന് പറഞ്ഞാൽ കുഴി ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. Lands are flat surface areas, while pits are tiny depressions in the reflective layer. ലാൻഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. അതേസമയം പിറ്റ് എന്ന് പറഞ്ഞാൽ ടൈനി ഡിപ്രഷൻസ്, ആ റിഫ്ലക്റ്റീവ് ലെയറിലുള്ള ടൈനി ചെറിയ ഡിപ്രഷൻസിനെയാണ് നമ്മൾ പിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. These two surfaces represent 0 and 1 respectively. ഈ 0യും 1ഉമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Light that strikes a pit is scattered, but the light that strikes a land is reflected directly back at the detector and then to a light sensing diode generates a small electrical voltage. അപ്പൊ ഇവിടെ ലൈറ്റ് ലേസർ ബീം വന്ന് വീഴും. പിറ്റിലാണ് വീഴണമെങ്കിൽ അത് സ്കാറ്റർ ചെയ്ത് പോകും. അതേസമയം ലാൻഡിലാണ് വീഴണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഒരു ഡിറ്റക്ടറിൽ വീഴും. അത് ഇന്ന് ഒരു ലൈറ്റ് സെൻസിങ് ഡയോഡിൽ പോവും. ഡയോഡിൽ ലൈറ്റ് വീഴുമ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഡയോഡാണ്, അതൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പിറ്റിലാണ് ലൈറ്റ് വീഴണമെങ്കിൽ സ്കാറ്റർ ചെയ്യും. സ്കാറ്റർ ചെയ്ത് പോണോണ്ട് ആ ലൈറ്റ് തിരിച്ച് ഡിറ്റക്ടറിൽ വഴി ഈ ലൈറ്റ് സെൻസിങ് ഡയോഡിൽ വീഴത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഡയോഡ് സ്മോൾ ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യത്തില്ല. അതേസമയം ലാൻഡിലാണ് വീഴുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഡിറ്റക്ടർ വഴി ആ ലൈറ്റ് സെൻസിങ് ഡയോഡ് വീഴും. ഫോട്ടോ ഇലക്ട്രിക് ഡയോഡ് ഇലക്ട്രിക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വോൾട്ടേജ് ഉണ്ടായാൽ ലാൻഡിലാണ് വീണത്, ഇലക്ട്രിക് വോൾട്ടേജ് ഉണ്ടായില്ലെങ്കിൽ പിറ്റിലാണ് വീണത്. അങ്ങനെ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ലൈറ്റ് പിറ്റി വീഴുകയാണെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകും, റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് വീഴത്തില്ല. അതേസമയം ലാൻഡിലാണ് വീഴുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഡിറ്റക്ടർ വഴി ഡയോഡ് വീണ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ദിസ് ജനറേറ്റ്സ് വൺസ് ആൻഡ് സീറോസ്. ഇങ്ങനെയാണ് വൺസും സീറോസും വരുന്നത്. ആ പറഞ്ഞതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. CD-യിലെ ഏറ്റവും മുകളിൽ ലെവൽ പാർട്ട്, താഴെയാണ് റിഫ്ലക്റ്റീവ് ബീം, ലേസർ ബീം റിഫ്ലക്ട് ചെയ്യുന്നു. ലാൻഡും ഉണ്ട് പിറ്റും ഉണ്ട്. ലാൻഡിൽ വീണയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് ആ പ്രിസം വഴി നേരെ ആ ഫോട്ടോ ലെൻസ് വഴി കടന്ന് ആ പ്രിസം വഴി ഡിഫ്ലക്ട് ചെയ്ത് ഫോട്ടോ സെൻസറിൽ വീഴും. ആ ഫോട്ടോ സെൻസറാണ് ഡയോഡ്. അപ്പോൾ ഇടതുവശത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ലൈറ്റ് കറക്റ്റ് ആയിട്ട് ലാൻഡ് വീഴുന്നു. ലാൻഡ് വീഴുമ്പോൾ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് ലെൻസിൽ കൂടെ പാസ് ചെയ്ത് പ്രിസത്തിൽ കൂടെ പാസ് ചെയ്ത് ഫോട്ടോ സെൻസർ വീഴുന്നു. അപ്പോൾ ലൈറ്റ് ലാൻഡ് വീണു, കറക്റ്റ് ആയിട്ട് അത് ഫോട്ടോ സെൻസർ വീണു. റൈറ്റ് സൈഡിലെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പിറ്റി വീഴുമ്പോൾ ലൈറ്റ് പിറ്റിലാണ് വീഴണമെങ്കിൽ, ലേസർ ബീം പിറ്റിലാണ് വീഴണമെങ്കിൽ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നില്ല, സ്കാറ്റർ ചെയ്യുന്നു. കാരണം 3 ഡയറക്ഷനിലോട്ട് സ്കാറ്റർ ചെയ്ത് പോകുന്നു.
എന്ന് വെച്ചാൽ അവിടെ തിരിച്ച് ലെൻസ് വഴി പ്രിസത്തിൽ വീഴുന്നില്ല, പ്രിസം വഴി ഫോട്ടോ സെൻസറിലും വീഴുന്നില്ല. ഈ ഫോട്ടോ സെൻസറിൽ ലൈറ്റ് വീഴുമ്പോഴാണ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയോഡ്, ഫോട്ടോ സെൻസർ ഡയോഡ് ഇലക്ട്രിക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പൊ ലാൻഡ് വീണ കറക്റ്റ് ആയിട്ട് ലെൻസ് വഴി പ്രിസം വഴി ഫോട്ടോ സെൻസർ വീഴും, ഇലക്ട്രിക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം പിറ്റിൽ വീഴുവാണെങ്കിൽ അവിടെ ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യത്തില്ല, ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോവേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ച് ഫോട്ടോ സെൻസർ വീഴത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ലാൻഡും പിറ്റും. അപ്പോൾ ഫോട്ടോ സെൻസർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്താൽ ലാൻഡിൽ വീണു. ഫോട്ടോ സെൻസർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ലേസർ ബീം പിറ്റിൽ വീണു. അങ്ങനെ ലാൻഡിലാണോ വീണത് അല്ലെങ്കിൽ പിറ്റിലാണോ വീണത് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയും. CD-ROM disk can store 600 million characters or roughly 3 lakh pages of text. സാധാരണ ഒരു CD-ROM ഡിസ്കില് 600 മില്യൺ ക്യാരക്ടർ അല്ലെങ്കിൽ 3 ലക്ഷം പേജ് ഓഫ് ടെക്സ്റ്റ്, A4 സൈസിലുള്ള 3 ലക്ഷം പേജ് ഓഫ് ടെക്സ്റ്റ് ഇത്രയും സ്റ്റോർ ചെയ്യാനായിട്ട് സാധാരണ ഒരു CD-ROM ഡിസ്കിന് കഴിയും. It is used for storing permanent information like encyclopedia, dictionary, audio, video, etc. പെർമനന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി, ഓഡിയോ, വീഡിയോ പോലത്തെ പെർമനന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ബ്രിട്ടാനിക്ക, എൻസൈക്ലോപീഡിയ ഒക്കെ CD-ROM വെർഷൻസ് ഒക്കെ വളരെ നേരത്തെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉള്ളതൊക്കെ നിലയ്ക്ക് നമുക്ക് CD-ROM കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യാം. A typical CD-ROM can store 750 MB of data. സാധാരണ ഒരു CD-ROMന് 750 MB 750 MB ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അടുത്തത് CDR, കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ. കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ നമ്മൾ നേരത്തെ CD-ROM നോക്കി. CD-ROMനകത്ത് യൂസറിന് റെക്കോർഡ് ചെയ്യാൻ കഴിയത്തില്ല. CD-ROM ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിനകത്ത് ഡാറ്റ എല്ലാം കാണും. ആ ഡാറ്റ ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ യൂസറിന് പറ്റൂ. അതുകൊണ്ടാണ് CD-ROM എന്ന് പറഞ്ഞത്. എന്നാൽ CDR, കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ, അതിന്റെ പേരിൽ നിന്ന് അറിയാം, യൂസറിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു CDR ഡിസ്കിന്റെ ഒരു പടം. 700 MB കപ്പാസിറ്റി സോണി ഡെവലപ്പ് ചെയ്ത ഡിസ്കാണ് CDR പടത്തിൽ കാണിച്ചിരിക്കുന്നത്. CDR ആർ റെക്കോർഡബിൾ ഡിസ്ക്. റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന, യൂസറിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കിനെയാണ് നമ്മൾ CDR എന്ന് പറയുന്നത്. ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഓൺ CDR ഡിസ്ക് യൂസിങ് CD റൈറ്റർ. CD റൈറ്റർ യൂസ് ചെയ്ത് യൂസറിന് ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. CDR ഡിസ്ക് വെച്ച് യൂസറിന് റൈറ്റ് ചെയ്യാൻ പറ്റും. അത് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു CD റൈറ്റർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡിവൈസ് ആവശ്യമാണ്. ആ CD റൈറ്ററിനകത്ത് ഈ CDR ഡിസ്ക് ഇട്ട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. A CD writer is a peripheral device that can record data on a CDR disk. അത് ഒരു പെരിഫറൽ ഡിവൈസ് ആണ്. നമ്മളെ കമ്പ്യൂട്ടറിൽ CD റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ് ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് CD റൈറ്റർ യൂസ് ചെയ്ത് നമുക്ക് CDR ഡിസ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവ് മാത്രം പോരാ, അതിനകത്ത് നെയറോ പോലത്തെ CD റൈറ്റിംഗ് സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നമുക്ക് വേണ്ടി വരും. മൾട്ടി സെഷൻ റെക്കോർഡിംഗ് ഈസ് പോസിബിൾ. രണ്ട് രീതി നമുക്ക് റെക്കോർഡ് ചെയ്യാം. സിംഗിൾ സെഷനും ഉണ്ട്, മൾട്ടി സെഷനും ഉണ്ട്. സിംഗിൾ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കിനകത്ത് ഫുൾ ആയിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു, അതാണ് സിംഗിൾ സെഷൻ. മൾട്ടി സെഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു ഡിസ്കിനകത്ത് 750 MB വരെ സ്റ്റോർ ചെയ്യാം. ഇന്നിപ്പം 100 MB സ്റ്റോർ ചെയ്യുന്നു, നാളെ 150 MB സ്റ്റോർ ചെയ്യുന്നു, മറ്റന്നാൾ വീണ്ടും 100 MB സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഒരു 4-5 ഘട്ടങ്ങളായിട്ട് 750 വരെ സ്റ്റോർ ചെയ്യുന്നു എങ്കിൽ നമ്മൾ പറയും മൾട്ടി സെഷൻ. ഈ CDRനകത്ത് സിംഗിൾ സെഷൻ ആയിട്ട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടി സെഷൻ ആയിട്ട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. In modern CD writer, there is a facility for comparing the data after recording. ഇപ്പോഴത്തെ മോഡേൺ CD റൈറ്ററിനകത്ത് ഇങ്ങനെ ഡേറ്റ നമ്മൾ റൈറ്റ് ചെയ്ത ഡേറ്റ ശരിയായിട്ട് എക്സാക്ട് കോപ്പി ആണോ റൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു വേരിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പം റൈറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആദ്യം റൈറ്റിംഗ് നടക്കും. റൈറ്റ് ചെയ്തതിന് ശേഷം ഒരു കമ്പാരിസൺ കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ
ഡിസ്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റൈറ്റ് ചെയ്ത് കഴിയാൻ വേണ്ടി ടോട്ടലി എടുക്കുന്ന സമയം സ്വപ്പം കൂടും. പക്ഷെ അത് വർത്താണ്. കാരണം അവിടെ അപ്പോൾ തന്നെ എറേനിയസ് അല്ല, ഡേറ്റ എറേനിയസ് അല്ല. കറക്റ്റ് ആയിട്ട് എവിടുന്നാണോ നമ്മൾ ഡേറ്റ കോപ്പി ചെയ്തെടുത്ത് റൈറ്റ് ചെയ്യുന്നത് അതേ ബിറ്റ് പാറ്റേൺ തന്നെയാണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പയർ ചെയ്ത് ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത് വളരെ അഡ്വൈസബിൾ ആണ്, കൂടുതൽ സമയം എടുക്കുമെങ്കിൽ പോലും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഡിലീറ്റ് ദി ഡേറ്റ ആൻഡ് അഗൈൻ റെക്കോർഡ്. അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ CDR എന്നുള്ളത് വൺ ടൈം റെക്കോർഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. യൂസറിന് ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യാം. ഇവിടെ ഉദ്ദേശം അപ്പൊ നിങ്ങൾ ചോദിക്കും മൾട്ടി സെഷനിൽ പല പ്രാവശ്യം റൈറ്റ് ചെയ്യുന്നു, അത് പല ഏരിയയിലായിരുന്നു. ഒരു സ്ഥലത്ത് ഡേറ്റ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റിയിട്ട് വേറെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വേറെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഏരിയയിലേ പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സ്ഥലത്ത് ഡേറ്റ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ കഴിയത്തില്ല CDR-നകത്ത്. ആ സെൻസിൽ നമുക്ക് വേണമെങ്കിൽ വൺ ടൈം റെക്കോർഡബിൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റെക്കോർഡബിൾ ചെയ്യാവുന്ന ഡിവൈസ് എന്ന് ആ ഒരു സെൻസിൽ നമുക്ക് പറയാം. അപ്പൊ അത് വേണമെങ്കിൽ ഇതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാം. റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്ത് ആ എറേനിയസ് പോർഷൻ ഇറേസ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയത്തില്ല. അടുത്ത CDRW കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. CDRW കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. ഇതാണൊരു CDRW ഡിസ്ക്. നമ്മൾ നേരത്തെ CDR-ന്റെ വേണമെങ്കിൽ ഒരു കുഴപ്പമായിട്ട് പറയാവുന്ന CD-ROM-നകത്ത് യൂസർ റൈറ്റ് ചെയ്യാനേ പറ്റൂലായിരുന്നു. CDR ആവുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് റൈറ്റ് ചെയ്യാം. മൾട്ടി സെഷൻ യൂസ് ചെയ്യാമെങ്കിൽ ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യാം. വെച്ചാൽ ഒരിക്കൽ റൈറ്റ് ചെയ്ത സ്ഥലത്ത് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ റൈറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ CDR ആവുമ്പോൾ വളരെ നമ്മൾ കോഷ്യസ് ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം. ഒരിക്കലും എറേനിയസ് ഡേറ്റ ആവരുത്, കാരണം അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഡ്രോബാക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ CDRW കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. The advantage of CDRW is that writing can be done many times. ഇതാണ് CDR-യുടെ അഡ്വാൻറ്റേജ്. നമുക്ക് റൈറ്റിംഗ് ഒരുപാട് പ്രാവശ്യം ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം മാത്രമല്ല, ഒരുപാട് പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലും സിറ്റുവേഷനിൽ എറർ വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാം. The data can be written earlier, can be deleted and new data can be written. നേരത്തെ റൈറ്റ് ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് കഴിയും CDRW. അതാണ് കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. The drawback is that it is having low recording and reading speed. ഇതിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് CDR-ഓ അല്ലെങ്കിൽ ഈവൻ CD-ROM-ഓട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം സ്പീഡ് റെക്കോർഡിംഗ്, CD-ROM-നകത്ത് റെക്കോർഡിംഗ് വരുന്നില്ല, CDR-ഓട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം റെക്കോർഡിംഗ് സ്പീഡും റീഡ് ചെയ്യുന്ന സ്പീഡും ഒക്കെ കുറവാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കുന്ന അർത്ഥം. There is also an issue of compatibility. ഇതാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു CD റെക്കോർഡറിൽ വെച്ച് നമ്മൾ റൈറ്റ് ചെയ്തു, ഏത് സ്പീഡിലാണോ റൈറ്റ് ചെയ്തത് ആ സ്പീഡിൽ തന്നെ റീഡ് ചെയ്താൽ മാത്രമേ പലപ്പോഴും കറക്റ്റ് ആയിട്ട് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റൂ. റൈറ്റ് ചെയ്ത സ്പീഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ സ്പീഡിൽ റീഡ് ചെയ്താൽ ചിലപ്പോൾ ഡാറ്റ എറേനിയസ് ആയി പോകും. ഇതിനെയാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു വലിയ സീരിയസ് ഇഷ്യൂ ആണ്. അങ്ങനത്തെ ഒരു കുഴപ്പം ഈ CDRW-നകത്ത് ഉണ്ടായിരുന്നു, കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഇത് ഏത് കമ്പ്യൂട്ടറിൽ ഏത് ഡ്രൈവ് വെച്ച് റെക്കോർഡ് ചെയ്തോ അതേ ഡ്രൈവിൽ കൂടെ റീഡ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ആ ഡ്രൈവിലിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കിയ വേറെ ഡ്രൈവിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ വരും. സോ CDRW ഈസ് നോട്ട് പോപ്പുലർ. ഈ ഡ്രോബാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും സ്പീഡും കുറവ്, അതിനേക്കാളും ഗുരുതരമായിട്ടുള്ളത് ഈ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. ഈ ഇഷ്യൂസ് കാരണം CDRW അത്ര പോപ്പുലർ ആയില്ല. പിന്നെ അതിനകത്ത് വേറെ റീസൺ ഉണ്ട്. CDRW ഒക്കെ വന്നപ്പം ഒരു CDRW-ന്റെ വില 15 രൂപ 10 രൂപയൊക്കെ ആയി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. കാരണം വളരെ ചീപ്പാണ്. ഏതെങ്കിലും എറർ വന്നാൽ ആ ഡിസ്ക് മാറ്റി വേറെ ഡിസ്ക് റൈറ്റ് ചെയ്യുക, ആ ഒരു അപ്രോച്ച് അവിടെ വന്നു. അതുകൊണ്ട് തന്നെ ഇത് CDRW അത്ര പോപ്പുലർ ആയില്ല. അടുത്ത DVD, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്ന് പറയുന്നെങ്കിലും ചിലർ ഇതിനെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നും പറയാറുണ്ട്. ഇതാണ് DVD, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്.
DVD is another optical storage medium that is about many times more storage capacity than that of CD-ROM. ഒരു CD-ROMന് 750 MB സ്റ്റോർ ചെയ്യാൻ പറ്റൂ, പക്ഷെ ഒരു DVDക്ക് 4GB 4.5 GB റേഞ്ചിലുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ CD-ROMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും 10 മടങ്ങ് ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി, കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ 10 മടങ്ങിലെങ്കിലും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ DVDക്ക് ഉണ്ടായിരുന്നു. DVD are having high data transfer speed. അതേപോലെ CD-ROM അല്ലെങ്കിൽ CD ടെക്നോളജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം DVDക്ക് കൂടുതൽ ഹൈ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും DVDക്ക് ഉണ്ടായിരുന്നു. CD ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും DVDക്ക് ഉണ്ട്. It is mainly used for data and video storage. ഡേറ്റയും എസ്പെഷ്യലി വീഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് DVD. അതുകൊണ്ടാണ് അതിന്റെ പേരിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഡിസ്ക്, ഡീറ്റെയിൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്ന് പറയാറെങ്കിലും കൂടുതലും നമ്മൾ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നാണ് പറയുന്നത്. ആ പേര് തന്നെ വരാൻ കാര്യം വീഡിയോ സ്റ്റോറേജ്, ഡേറ്റയും വീഡിയോ ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് മെയിൻലി DVD യൂസ് ചെയ്യുന്നത്. DVD-ROM type of disk can used only for reading, not for writing. DVD-ROM ടൈപ്പ് ഡിസ്ക് ആണെങ്കിൽ നേരത്തെ CD-ROM പറഞ്ഞതുപോലെ യൂസറിന് റൈറ്റ് ചെയ്യാൻ പറ്റൂല. യൂസറിന് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ വീഡിയോ യൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂ, കാണാൻ മാത്രമേ പറ്റൂ. അല്ലാതെ യൂസറിന് അതിനകത്തൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ DVD-ROM എന്ന് പറയുന്നത് CD-ROM പോലത്തെ പ്രിൻസിപ്പിളേ ഉള്ളൂ, പക്ഷെ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. അത് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിൽ നമുക്ക് ഒന്ന് റൈറ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. The various storage capacity of DVDs are 4.7 GB, 8.5 GB, 9.4 GB, 17 GB. ഇത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഇന്നും ഏതാണ്ട് പോപ്പുലാരിറ്റി കൂടുതലുള്ളത് 4.7 GB. ഒരു CD-ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു 750 MB ഉള്ളൂ, പക്ഷെ ഏറ്റവും ലോവസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള DVD-ക്ക് പോലും 4.7 GB ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെനി മോർ ടൈം സ്റ്റോറേജ് കപ്പാസിറ്റി. അടുത്ത DVD-R, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റെക്കോർഡബിൾ. DVD-R, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റെക്കോർഡബിൾ. അതാണ് DVD-R. നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ വെറും DVD എന്ന് പറയുമ്പോൾ DVD-ROM ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞാൽ CD-ROM പോലെ യൂസറിന് ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യൂസറിന് അതിനകത്തുള്ള ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പൊ യൂസറിന് ഇവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ ആ ടെക്നോളജി, റൈറ്റിംഗ് ടെക്നോളജി അലൗ ചെയ്യുന്ന ടൈപ്പ് DVD ആണ് DVD-R, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റെക്കോർഡബിൾ. DVD-R disk can be recorded once using a DVD recorder. ഇവിടെ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യാം. ബ്ലാങ്ക് DVD-R ഡിസ്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആഫ്റ്റർ റെക്കോർഡിംഗ് ഇറ്റ് വിൽ ഫംഗ്ഷൻ ആസ് DVD-ROM. ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് DVD-ROM പോലെ ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കണം. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ആ പൊസിഷനിൽ പുതിയ ഡാറ്റ റൈറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അപ്പൊ കെയർഫുൾ ആയിട്ട് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് റൈറ്റ് ചെയ്യണം. റീഡിംഗ് ക്യാൻ ബി ഡൺ എനി നമ്പർ ഓഫ് ടൈംസ്. എന്നാൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് റീഡിംഗ് ചെയ്യാം. റൈറ്റിംഗ് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ, റീഡിംഗ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. DVD-R is a DVD format that is compatible with all common recordable DVD format. സാധാരണ എല്ലാ DVD ഫോർമാറ്റ്, പല DVD ഫോർമാറ്റ് സ്റ്റാൻഡർഡൈസേഷൻസ് ഉണ്ട്. അതിൽ എല്ലാ DVD ഫോർമാറ്റുമായിട്ട് കോമ്പാറ്റിബിലിറ്റി ഈ DVD-R-ന് ഉണ്ട്. Up to 4.7 GB of data or media files can be stored in a basic disk and up to 8.5 in a dual layer disk. അപ്പോൾ രണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റി, ബേസിക് ഡിസ്കിനകത്ത് 4.7 GB, ഡുവൽ ലെയർ 2 ലെയർ ഉള്ള ഡിസ്കിനകത്ത് 8.5 GB. അതുപോലെ പിന്നെ മറ്റ് ഹയർ 2 സൈസസ് ഇവിടെ അവൈലബിൾ അല്ല. 4.7 GB സിംഗിൾ ലെയർ ആണെങ്കിൽ അതിനെ നമ്മൾ ബേസിക് ഡിസ്ക് എന്ന് വിളിക്കും, എങ്കിൽ 4.7 GB. അതേസമയം 2 ലെയർ ഉള്ള ഡുവൽ ലെയർ ഡിസ്ക് ആണെങ്കിൽ 8.5 GB സ്റ്റോറേജ് കപ്പാസിറ്റി DVD-R-ന് ഉണ്ട്. DVD-RW, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റീറൈറ്റബിൾ. ഇവിടെയും DVD-R-ന്റെ പ്രത്യേകത യൂസറിന് ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വളരെ കെയർഫുൾ ആയിരിക്കണം. ആ റൈറ്റ് ചെയ്യുന്നത് എറേനിയസ് ആയി പോയാൽ അത് ഇറേസ് ചെയ്തിട്ട് പിന്നെ റൈറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ആ ഡ്രോബാക്ക് മാറ്റാൻ വേണ്ടിയാണ് DVD-RW, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് റീറൈറ്റബിൾ.
DVD RW disk can be erased and rewritten many times. DVD RW disk ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇറേസ് ചെയ്യുകയും ചെയ്യാം, പിന്നെ റീറൈറ്റ് ചെയ്യുകയും ചെയ്യാം. Usually reading and writing can be done up to 1000 times. 1000 പ്രാവശ്യം വരെ DVD RW ഡിസ്കിൽ നമുക്ക് റീഡിങ് റൈറ്റിംഗ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും റൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ആയി പോയാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും റൈറ്റ് ചെയ്യാം. ഇത് പരമാവധി 1000 പ്രാവശ്യം വരെ ചെയ്യാം. If data is erroneous, then it can be erased and rewritten. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ എറേനിയസ് ആയി പോയാൽ അത് നമുക്ക് മാറ്റിട്ട് ഇറേസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. DVD RW is commonly used for storing volatile data and backup data. DVD RW നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നീ സ്റ്റോർ ചെയ്യുന്ന വോളറ്റൈൽ ഡേറ്റ അല്ലെങ്കിൽ ബാക്കപ്പ് ഡേറ്റ. വോളറ്റൈൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഡേറ്റയുണ്ട്, ടൈം കഴിയുന്നതനുസരിച്ച് ഡേറ്റയ്ക്ക് മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വെതർ സ്റ്റേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല് വെതറിന്റെ കണ്ടീഷൻ, ഇന്നിപ്പോ രാവിലെ 10 മണിക്ക് ഉള്ള ഹ്യൂമിഡിറ്റി റേഞ്ച് എത്ര, ടെമ്പറേച്ചർ എത്ര, അതേ വാല്യൂ ആയിരിക്കില്ല 11 മണിക്ക്, അതേ വാല്യൂ ആയിരിക്കും 12 മണിക്ക്. അപ്പൊ ഡേറ്റ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് എല്ലാ ഡേറ്റയും നമുക്ക് ചിലപ്പം ഫ്യൂച്ചറിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. ഇന്ന ദിവസം രാവിലെ ഇത്ര മണിക്ക് എത്ര ഡേറ്റ, എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്ര ടെമ്പറേച്ചറിൽ മാറ്റം വന്നു. അപ്പം ഈ ഡേറ്റ മാറിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ വോളറ്റൈൽ ഡേറ്റ. അതൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി DVD RW യൂസ് ചെയ്യാം. അതേസമയം സാധാരണ ഡേറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യാനും നമുക്ക് DVD RW യൂസ് ചെയ്യാം. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് ഡേറ്റയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ വോളറ്റൈൽ ഡേറ്റ എന്ന് പറയുന്നത്. അത് ബാക്കപ്പ് ചെയ്യാൻ DVD RW യൂസ് ചെയ്യാം. സാധാരണ ഡേറ്റ നമ്മളെ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലോ മാർക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലോ ഒക്കെ ഡേറ്റ അതൊക്കെ ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് DVD RW യൂസ് ചെയ്യാം. 4.7 GB storage capacity DVD RW are now used. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് 4.7 GB സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള DVD റീറൈറ്റബിൾ ഡിസ്ക് ആണ്. അടുത്തത് ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്ക് തികച്ചും എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് ബ്ലൂറേ ഡിസ്ക്. BLU എന്നാണെങ്കിലും നമ്മൾ ട്രേഡ് മാർക്ക് അനുസരിച്ച് BLU RAY ബ്ലൂറേ ഡിസ്ക് എന്നാണ് പറയുന്നത്. Blu-ray disc uses high density optical disc format for storing high definition video, HD video. ഇപ്പം സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ മാറി, ഹൈ ഡെഫിനിഷൻ കാലഘട്ടമാണ്. ഹൈ ഡെഫിനിഷൻ വീഡിയോ, HD വീഡിയോ ഒക്കെ ലാർജ് സ്റ്റോറേജ് സ്പേസ് എടുക്കും, അല്ലെങ്കിൽ ബൾക്കിയാണ്. ആ ടൈപ്പ് വീഡിയോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രത്യേക എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിസ്ക് ആണ് ബ്ലൂറേ ഡിസ്ക്. Blue violet laser is used for reading and writing, so it is having the name Blu-ray disc. ഇതിനകത്ത് ബ്ലൂ വയലറ്റ് ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ പേര് ബ്ലൂറേ ഡിസ്ക് എന്ന് വന്നത്. ഇപ്പൊ തന്നെ പല ഫിലിംസും ഇപ്പൊ HD ഫോർമാറ്റിലൊക്കെ പണ്ട് CD റെക്കോർഡ് ചെയ്യുമായിരുന്നു, പിന്നെ സാധാരണ DVD റെക്കോർഡ് ചെയ്തു. ഇപ്പൊ അത് മാറിയിട്ട് ബ്ലൂറേ ഡിസ്കിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും. Due to shorter wavelength, more data can be stored in Blu-ray disc. ഈ ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ടാണ് ഈ വൈറ്റ് ലൈറ്റിന് പകരം ആ ലേസറിന്റെ കളർ ബ്ലൂ വയലറ്റ് ലേസർ ആയത്. ആ ബ്ലൂ വയലറ്റ് ലേസർ ആകുമ്പോൾ അതൊരു ഷോർട്ടർ വേവ് ലെങ്ത് ഏരിയയിലോട്ട് വന്നു. ഷോർട്ടർ വേവ് ലെങ്ത് ഏരിയ ആകുമ്പോൾ ഈ ഡിസ്കിനകത്ത് ഒരുപാട് ഡാറ്റ, മോർ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയമാണ് ബ്ലൂറേ ഡിസ്ക്. അത് സിംഗിൾ ലെയർ ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട്, ട്രിപ്പിൾ ലെയർ ഉണ്ട്, ക്വാഡ്രപ്പിൾ ലെയർ ഉണ്ട്. അതിൽ സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് സ്റ്റോർസ് 25 GB ഓഫ് ഡാറ്റ. സിംഗിൾ ലെയർ ആണെങ്കിൽ ഒരു ഡിസ്കിനകത്ത് 25 GB സ്റ്റോർ ചെയ്യാം. DVD-യിൽ 4. സാധാരണ നമ്മൾ യൂസ് ചെയ്ത DVD-യിൽ 4.7 GB പറ്റുള്ളൂ. CD ആണെങ്കിൽ വെറും 750 MB പറ്റും. 1024 MB ആണ് 1 GB. അപ്പം CD റോമിനകത്ത് 750 MB പറ്റുള്ളൂ. DVD ആയപ്പോൾ 4.7 GB. നമ്മളിപ്പോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ബ്ലൂറേ ഡിസ്ക് ആയപ്പോൾ സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB. ഡുവൽ ലെയർ ബ്ലൂറേ ഡിസ്ക് സ്റ്റോർസ് 50 GB. ഡുവൽ ലെയർ എന്നുവെച്ചാൽ 2 ലെയർ ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ 50 GB ഡാറ്റ സ്റ്റോർ ചെയ്യാം.
സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB, ഡുവൽ ലെയർ 2 ലെയർ ആയപ്പോൾ 50 GB. ട്രിപ്പിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് സ്റ്റോർസ് 100 GB. ട്രിപ്പിൾ ലെയർ 3 ലെയർ ഉണ്ടെങ്കിൽ അവിടെ 100 GB സ്റ്റോർ ചെയ്യാം. ഒരു ഡിസ്കിനകത്ത് നമുക്ക് 100 GB ഡാറ്റ സ്റ്റോർ ചെയ്യാം. ക്വാഡ്രപ്പിൾ ലെയർ 4 ലെയർ ആണെങ്കിൽ ബ്ലൂറേ സ്റ്റോർസ് 128 GB. അവിടെ നമുക്ക് 128 GB നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB, ഡുവൽ ലെയർ 50 GB, ട്രിപ്പിൾ ലെയർ 100 GB, ക്വാഡ്രപ്പിൾ ലെയറിൽ 128 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ എന്റർടൈൻമെന്റ് പർപ്പസിന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ആയിട്ട് വരുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് ബ്ലൂറേ ഡിസ്ക്. ഇതാണ് ഇന്നുള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്റ്റിക്കൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറി. ഇത്രയാണ് മെയിൻ ആയിട്ട് സെക്കൻഡറി മെമ്മറി നമ്മൾ നോക്കുന്നത്. The Blu-ray format was developed by Blu-ray Disc Association. Blu-ray Disc Association ആണ് ഈ Blu-ray disc format ഡെവലപ്പ് ചെയ്തത്. That completes secondary memory. Okay, thank you very much.